ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര രാമക്കൽമേടിനടുത്തുള്ള കാറ്റാടിപ്പാടത്തേക്കാണ്. ആ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇപ്പം രാവിലെ 7:15 സമയമാണ്. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് തൂക്കുപാലത്താണ്. രാവിലെ ജിമ്മ് പരിപാടികളൊക്കെ കഴിഞ്ഞ് രാമക്കൽമേട്ടിലേക്ക് നമ്മുടെ കാറ്റാടിപ്പാടത്തേക്ക് ചെറിയൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു കുടിയേറ്റ ഗ്രാമമാണ് ഇടുക്കി ജില്ലയിലെ പട്ടം കോളനിയിലെ ഒരു കുടിയേറ്റ ഗ്രാമമാണ് തൂക്കുപാലം. അപ്പം തൂക്കുപാലം ടൗണിൽ കൂടെ ഉള്ള ചെറിയ ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുവരുന്നത്. അത് നമ്മുടെ തൂക്കുപാലത്തു നിന്ന് കാറ്റാടിപ്പാടത്തേക്കുള്ള യാത്രയിൽ ഇപ്പം ചോറ്റുപാറ എന്ന കൂടിയാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാടും ഒക്കെ സജീവമായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു 7:30 ആകുന്നതേ ഉള്ളൂ. ആ സമയത്താണ് നമ്മുടെ യാത്ര. നമ്മുടെ യാത്ര ഇപ്പോഴെത്തി നിൽക്കുന്നത് കോമ്പമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് നമുക്ക് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകണം. നേരെ പോയാൽ രാമക്കൽമേടാണ്. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രം ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ മാത്രം അകലെയാണ്. നമ്മൾ തൽക്കാലം ഇന്ന് രാമക്കൽമേട്ടിലേക്ക് പോകുന്നില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് നേരെ ബാലംപിള്ള സിറ്റി, നമ്മുടെ ബാലംപിള്ള സിറ്റി വഴി ആണ് നമ്മൾ ഈ പറയുന്ന കാറ്റാടിപ്പാടത്തേക്ക് പോകുന്നത്. ഹൈറേഞ്ചിലെ സ്ഥലപ്പേരുകൾ എന്നും ആൾക്കാർക്ക് ഒരു അത്ഭുതമാണ്. കാരണം ഉദാഹരണത്തിന് ബാലംപിള്ള സിറ്റി, തങ്കമണി, പ്രകാശ്, ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ബംഗ്ലാദേശ് കോളനി. അപ്പം ആ രീതിയിലുള്ള സ്ഥലപ്പേരുകളൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ബാലംപിള്ള സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് നമ്മുടെ ഇടുക്കി ജില്ലയെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ്. ഇത് നേരെ നമ്മുടെ കരുണാപുരം എന്ന സ്ഥലത്ത് വെച്ച് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ കമ്പംമെട്ട്, കമ്പം, തേനി ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇടത്തറമുക്ക് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് വലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാറ്റാടിപ്പാടത്തേക്ക് പ്രവേശിക്കുന്ന വഴിയാണ്. നമ്മൾ യാത്ര കാറ്റാടിപ്പാടത്ത് എത്തിയിരിക്കുകയാണ്. നിരവധി കാറ്റാടികളാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. താഴ്വാരങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃഷിയിടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ദൂരെ കാറ്റാടി കാണാൻ പറ്റുന്നുണ്ട്. ദൃശ്യങ്ങൾ എത്രത്തോളം വ്യക്തമാണെന്നറിയില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നവരെ എന്തായാലും നമുക്ക് ക്യാമറയിൽ അത് കൂടുതലായിട്ട് പകർത്താൻ പറ്റത്തില്ല. എന്തായാലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. നമുക്ക് ഈ വഴിയിലേക്ക് താഴേക്ക് നടന്നു പോകാൻ പറ്റും. കുറച്ച് ദൂരം നടക്കാൻ പറ്റും. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറയിൽ ഇത് എത്രത്തോളം ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുമെന്നറിയില്ല. എൻ്റെ വീഡിയോ ഇപ്പം ഞാൻ ചിത്രീകരിക്കുന്നത് ഫോണിലാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ടാവും. നമുക്ക് ഈ മൺപാതയിലൂടെ താഴോട്ട് നടക്കാൻ പറ്റും.
നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൃശ്യവിസ്മയങ്ങളാണ് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വിജനമായ മൺപാത, ചുറ്റും പച്ചപ്പ്, മലനിരകൾ, കാറ്റാടി, മനോഹരമായ ദൃശ്യമാണ്. നമ്മുടെ കാറ്റാടിപ്പാടത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരാം. ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.